സ്വാമിജി നമസ്കാരം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അബ്ദുൽ നാസർ മദനിയാണ് ഈ വോയിസ് ഇടുന്നത്. പരിചയം ഉണ്ടാവുമെന്ന് കരുതുന്നു. സ്വാമിജിയെയും നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും വീഡിയോ ക്ലിപ്പുകളും സംഭാഷണങ്ങളും ഒക്കെ കേൾക്കാറും ശ്രദ്ധിക്കാറും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അജുവയുടെ പരിപാടിയിൽ സ്വാമിജിയുടെ പ്രസംഗം കേട്ടത്. അജുവ ഞാൻ എൻ്റെ ജയിൽവാസ കാലഘട്ടത്തിൽ, ഇപ്പോൾ ജാമ്യത്തിലാണ്, കണ്ടീഷനുള്ളതുകൊണ്ട് ബാംഗ്ലൂർ തന്നെ കഴിയുന്നു എന്നുള്ളതേ ഉള്ളൂ. ജയിലിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ 3 ലക്ഷ്യത്തോടെ ജീവകാരുണ്യം, മനുഷ്യാവകാശം, ആത്മസംസ്കരണം എന്നീ ലക്ഷ്യങ്ങളോടെ രൂപം കൊടുത്തതാണ്. വളരെ ഫലപ്രദമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ കഴിയുന്നത്ര നടത്തുന്നുണ്ട്. ഗൾഫിലൊക്കെ മലയാളികളുള്ളിടത്ത് യൂണിറ്റുകളുണ്ട്, അവരും അതൊക്കെ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഭിമുഖ്യത്തിലായി പരിപാടി എല്ലാ വർഷവും നടത്താറുള്ളത് റബീഉൽ അവ്വൽ മാസത്തിൽ, പ്രവാചകൻ്റെ ജന്മമാസത്തിൽ. ഇപ്രാവശ്യത്തിൽ എന്തായാലും സ്വാമിജി പങ്കെടുത്തതും സംസാരിച്ചത് ഞാൻ വളരെ ശ്രദ്ധാപൂർവം പ്രസംഗം കേട്ടു. വളരെ സന്തോഷമുണ്ട്. പ്രവാചകനെക്കുറിച്ച് സ്വാമിജി കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലും, അത് സ്വാമിജിയുടെ തന്നെ ജീവിതത്തോട് തുലനം ചെയ്ത് പല കാര്യങ്ങളും ചിന്തിച്ച് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ കേട്ടതിൽ വളരെ സന്തോഷം തോന്നുന്നു. സ്വാമിജിക്ക് സർവശക്തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി സ്വാമിജി. ഇന്ന് മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. സ്വാമിജി നമസ്കാരം. വോയിസ് കേട്ടു, വളരെ സന്തോഷം. ഹൈക്കലിൻ്റെ മുഹമ്മദ് എന്ന പുസ്തകം അതിറങ്ങിയ ആദ്യകാലത്ത് തന്നെ ഞാൻ വായിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണിൻ്റെ ചില പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് വായന കുറവാണെങ്കിലും ചില പുസ്തകങ്ങൾ ഞാൻ കിടക്കുന്ന ബെഡിൽ തന്നെ, ബെഡിനോട് ചേർന്ന് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു പുസ്തകമാണ് ഹൈക്കലിൻ്റെ മുഹമ്മദ് എന്ന പുസ്തകം. പിന്നെ ചുരുക്കം ചില പുസ്തകങ്ങൾ വേറെയും എപ്പോഴും അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് എടുക്കാനും നോക്കാനും ഒക്കെ പറ്റുന്ന നിലയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തായാലും അത് വായിച്ച് തീർത്തല്ലോ സ്വാമിജി. തീർച്ചയായിട്ടും പ്രവാചകനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ബോധ്യം, ഒരു ഉൾക്കാഴ്ച, ഒരു പ്രകാശമൊക്കെ ഹൃദയത്തിലേക്ക് കടന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് മദീനയിലുള്ളതുപോലത്തെ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനും കൂടുതൽ പരിചയപ്പെടാം, ബന്ധപ്പെടാം. സർവശക്തൻ അതിനെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ സ്വാമിജി, താങ്ക് യു വെരി മച്ച്.